നമസ്കാരം. ശമ്പള പരിഷ്കരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇതുമായി ബന്ധപ്പെടുത്തി ഡോക്ടർ വി പി ജോയി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാന് സുഭാഷിതം ചാനൽ നിരവധി നിർദ്ദേശങ്ങൾ ചാനലിലൂടെ നൽകുകയുണ്ടായി. അത് തുടരുകയാണ്. ഇതിനെ സംബന്ധിച്ച് നിരവധി ആളുകളാണ് ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായി കമൻറ്റിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് നേരിട്ടും ഒക്കെ അയച്ചു തന്നിരിക്കുന്നത്. അതിൽ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഹൃദയഭേദകമായിട്ടുള്ള ഒരു ന്യൂസ് ഇന്ന് ചെയ്യാനാണ്. പക്ഷേ അത് ഒരു സ്ഥാപനത്തിന് മാത്രമല്ല, എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ്. പക്ഷേ നിരവധി സ്ഥാപനങ്ങളിൽ സംസ്ഥാനത്ത് ശമ്പള പരിഷ്കരണത്തിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ബോർഡുകളുണ്ട്, പബ്ലിക് അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങളുണ്ട്, PUCകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓട്ടോണമസ് സ്ഥാപനങ്ങളുണ്ട്, ധാരാളമുണ്ട്. പ്രത്യേകിച്ച് പഠന ഗവേഷണ സ്ഥാപനങ്ങളിലും അക്കാഡമിക് സ്ഥാപനങ്ങളിലുമാണ് അത് ഏറ്റവും കൂടുതലുള്ളത്. അതിൽ ഒരു സ്ഥാപനമായ LBS, ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്ററിലെ LBSലെ ഒരു ജീവനക്കാരൻ, ആരെന്ന് പേര് പറയേണ്ട കാര്യമില്ല, ഒരു ജീവനക്കാരൻ എനിക്ക് അയച്ചു തന്ന ഒരു മെസ്സേജാണ്. സാർ, വളരെ സങ്കടത്തോടെ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇത് എഴുതുന്നത്. സർക്കാരിൻ്റെ സ്വയംഭരണ സ്ഥാപനമായ, ഞാൻ ഈ പറഞ്ഞ പോലെ ഓട്ടോണമസ് സ്ഥാപനമായ LBSലെ ഒരു ജീവനക്കാരനാണ് ഞാൻ. മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. അതാണ് എൻ്റെ ഒരു തമാശ. കാരണം ഈ മുഖ്യമന്ത്രിയാണ് ചെയർമാൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വൈസ് ചെയർമാൻ, ഇപ്പോഴാണെങ്കിൽ ഡോക്ടർ ബിന്ദു വൈസ് ചെയർമാനായിട്ടുള്ള LBS സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ ഈ പേ റിവിഷൻ നടത്തിയപ്പോൾ സർക്കാരിൻ്റെ പേ റിവിഷനിൽ തന്നെയാണ് LBSലും ഞാൻ ഈ പറഞ്ഞ LBC, കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിങ് ആൻഡ് എൻവയൺമെൻറ്റ് സെൻറ്റർ, CDIT, പിന്നെ അതുപോലെ തന്നെ CDS, പിന്നെ TBGRI, പിന്നെ CWRDM, പിന്നെ അതുപോലെ തന്നെ KFRI, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ശമ്പള പരിഷ്കരണം വരുമ്പോൾ തന്നെയാണ് അവർക്കും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത്. അതേസമയം 11ാം ശമ്പള പരിഷ്കരണം, കഴിഞ്ഞ ശമ്പള പരിഷ്കരണം നടത്തിയപ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇതെല്ലാ സ്ഥാപനങ്ങളിലും മോർ ഓർ ലെസ് ഏറെയും കുറഞ്ഞും ഇത് പ്രശ്നമാണ്. 2019 11 ശമ്പള പരിഷ്കരണം സർക്കാരിൽ നിലവന്ന ശേഷം 6 മാസം കഴിഞ്ഞ് LBSൻ്റെ ഉപദേശകാര്യ സമിതി പാസ്സാക്കി. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സർക്കാർ ഇത് പ്രഖ്യാപിച്ചാലും എല്ലാ ഈ സംവിധാനങ്ങൾക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റി കാണും, ഗവേണിംഗ് ബോഡിയും കാണും. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മിക്കവാറും ചീഫ് സെക്രട്ടറി ആയിരിക്കും, ഗവേണിംഗ് ബോഡി മന്ത്രി ആയിരിക്കും, അല്ലെങ്കിൽ ചിലയിടത്ത് ഗവേണിംഗ് ബോഡി ചീഫ് സെക്രട്ടറി ചെയർമാൻ ആയിരിക്കും, ആ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരിക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സെക്രട്ടറി, അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന വകുപ്പിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും ആയിരിക്കും. ഈ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനങ്ങളിൽ പിന്നെ EC കൂടണം, ഈ സ്ഥാപനങ്ങളിൽ ഗവേണിംഗ് ബോഡി കൂടണം, എന്നിട്ട് ഗവൺമെൻറ്റിലേക്ക് അയക്കും. ഗവൺമെൻറ്റിൽ അയക്കുമ്പോഴാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുകൊണ്ട് കുത്തിത്തിരിപ്പ് ആരംഭിക്കുന്നത്. സ്വന്തമായി പൈസയുണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് എത്ര, തുടങ്ങിയ 100,000 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു മനുഷ്യനും ഇത് കൊടുക്കില്ല. ഒരു 2-3 വർഷമെങ്കിലും കഴിഞ്ഞല്ലാതെ, അല്ലെങ്കിൽ 1 വർഷമെങ്കിലും മിനിമം എടുത്തല്ലാതെ ഇത്തരം സ്ഥാപനങ്ങളിൽ ശമ്പള പരിഷ്കരണം നടക്കാറില്ല. LBSൻ്റെ കാര്യം ഉപദേശ സമിതി 6 മാസം കഴിഞ്ഞ് നോക്കൂ, ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ച് ബാക്കിയുള്ളവർക്ക് കിട്ടി കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞാണ് കൊടുക്കുന്നത്. ഏകദേശം 4 വർഷത്തിന് ശേഷം വൻ ഇടപെടലുകൾ നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ പല സ്കെയിലുകളും അവർ 4 വർഷം അതിൻ്റെ 5-ാം വർഷം അടുത്ത ശമ്പള പരിഷ്കരണം വരും. 4 വർഷം അവർ പിറകെ സെക്രട്ടേറിയറ്റിൽ ഉള്ള ഫിനാൻസുകാരുടെ അവിടെ പേ റിവിഷൻ, ഇവിടെ എന്ന് പറഞ്ഞ എക്സ്പെൻഡിച്ചർ പേ റിവിഷൻ, പിന്നെ ഫിനാൻസിൻ്റെ ജനറൽ സെക്ഷൻ, ആ സെക്ഷൻ, ഈ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് സകല പേരെ പോയി കാലും പിടിച്ച് 4 വർഷത്തിന് ശേഷം അവർക്ക് എന്ത് കിട്ടി? പല സ്കെയിലുകൾ വെട്ടിക്കുറച്ചതിന് LBSൽ നടപ്പിലാക്കി. ഫലത്തിൽ 9 വർഷം എടുത്തു, എല്ലാം കൂടി അരിയർ ഒന്നും കിട്ടിയിട്ടുമില്ല. എഫക്റ്റ് കൊടുത്തു, വിത്ത് എഫക്റ്റ് ഫ്രം എന്ന് പറഞ്ഞു കൊടുത്തു, പക്ഷേ അരിയർ കൊടുത്തിട്ടില്ല. ആയതിനാൽ ശമ്പള കമ്മീഷനോട് ആവശ്യപ്പെടാനുള്ളത്, ഇത്തരത്തിലുള്ള സർക്കാർ നിയന്ത്രണ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബോർഡുകളിലും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചാൽ അന്ന് മുതൽ കൊടുക്കാൻ പറയുകയും, പിന്നെ അവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വയ്ക്കുക, ഗവേണിംഗ് ബോഡി വയ്ക്കുക എന്നൊക്കെ പറയുന്നത് വേറൊരു പ്രൊസീജിയറാണ്. അപ്പോൾ 2 ഓപ്ഷൻ ഇവർക്ക് ചെയ്യാം. ഒന്ന്, ഓട്ടോണമസ് സ്ഥാപനങ്ങൾ എന്തിനാ സംസ്ഥാനത്ത് തുടങ്ങിയത്? ഓട്ടോണമി എന്നാണ്. അതിനെ കർശനമായിട്ടാണ് ഫിനാൻസിൽ നിന്ന് പിടിക്കുന്നത്. ഒരു കാരണവശാലും അത് ശരിയല്ല. ബഡ്ജറ്റിൽ വെച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ സ്വതന്ത്രമായി വിടണം, അവർ പ്രവർത്തിക്കട്ടെ. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ചില സ്ഥാപനങ്ങളിൽ നോൺ പ്ലാനും പ്ലാനും ഉണ്ട്. പ്ലാൻ കൊടുക്കുന്ന പൈസ സർക്കാരിൻ്റെ പൈസ, പ്ലാനിൻ്റെ പൈസ, നോൺ പ്ലാനിൻ്റെയൊക്കെ പൈസ സർക്കാർ അനുവദിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ സർക്കാർ അനുവദിക്കുന്ന സ്ഥാപനങ്ങളിൽ സർക്കാരിന് നിയന്ത്രണം വേണമെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, പക്ഷേ ബഡ്ജറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദൈനംദിനം അഡ്മിനിസ്ട്രേഷനിൽ നിയന്ത്രണമായാൽ എങ്ങനെയാണ് മുമ്പോട്ട് പോവുക? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
ഫിനാൻസിൽ അയച്ചു കഴിഞ്ഞാൽ അവരത് ചെയ്യില്ല. അപ്പോൾ ശമ്പള പരിഷ്കരണ കമ്മീഷന് BPJOയ്ക്ക് കൊടുക്കാവുന്ന 2 ശുപാർശ. ഒന്ന്, എപ്പോഴാണോ ശമ്പള പരിഷ്കരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും നടപ്പിലാക്കുന്നത് ആ ദിവസം മുതൽ എല്ലായിടത്തും നടപ്പിലാക്കണം. എല്ലാ സ്ഥാപനങ്ങളും സർക്കാർ എക്സ്ചക്കറായിട്ടുള്ള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം വാങ്ങുന്ന എല്ലാ സ്ഥാപനങ്ങളിലും അത് നടത്തണം. നമ്പർ 1. ഇനി സർക്കാരിൻ്റെ പണം കൊണ്ട് നടത്താത്ത അല്ലെങ്കിൽ സ്വന്തമായി ഭരണമുണ്ടാക്കുന്ന കെൽട്രോണിൽ പോലും പലപ്പോഴും സർക്കാരിലേക്ക് അയച്ച് അവർ അനുവാദമൊക്കെ വാങ്ങണം. അതാണ് എൻ്റെ തമാശ. ഇനി രണ്ടാമത്, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഇത് ഡയറക്ടർ, അതായത് സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാർ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അവർ അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പിൻവരുന്ന കൺകറൻ്റ് ആയിട്ട് വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഗവേണിംഗ് ബോഡിയിലും വെച്ചത് പാസ്സാക്കിയാൽ മതി എന്നൊരു നിയമം കൊടുക്കുക. ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ ആ ഡയറക്ടർമാർക്ക് ഇതിന് അനുവാദം കൊടുക്കണം. അല്ലെങ്കിൽ ഇനി മറ്റൊരു അനുവാദം കൊടുക്കാവുന്നത് 1 മാസത്തിനകത്തോ അല്ലെങ്കിൽ 2 മാസത്തിനകത്തോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗവേണിംഗ് ബോഡിയും കൂടി നിശ്ചിത ആളുകൾക്ക് കൊടുക്കണം. ഒരു കാരണവശാലും അത് ഗവൺമെൻറ്റിലേക്ക് എഴുതി ഫിനാൻസിലേക്ക് എഴുതി വീണ്ടും സ്കെയിൽ വെട്ടി അത് വെട്ടി ഇത് വെട്ടി കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യരുത്. ഇതിനെ സംബന്ധിച്ച് ശമ്പള പരിഷ്കരണത്തിൻ്റെ BPJOY കൃത്യമായ ഒരു നിർദ്ദേശം കൊടുക്കണം. അതായത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയാൽ 2 മാസത്തിനകം സംസ്ഥാനത്തെ ഗവൺമെൻറ് എക്സ്ചക്കറായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും, ഗവൺമെൻറ്റിന് എന്തെങ്കിലും കൺട്രോളുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണം 2 മാസത്തിനകം. അതിന് ഗവൺമെൻറ്റിലേക്ക് പിന്നെ എഴുതേണ്ട കാര്യമില്ല. അത് അതാത് സ്ഥലത്തുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഗവേണിംഗ് ബോഡിയും ആരാണോ അവർ ഇതങ്ങ് പാസ്സാക്കിയാൽ മതി. അല്ലെങ്കിൽ അവർ പാസ്സാക്കലില്ല. ഗവൺമെൻറ് അല്ലേ ബഡ്ജറ്റിലും ശമ്പള പരിഷ്കരണ കമ്മീഷന് ഗവൺമെൻറ് പ്രഖ്യാപിച്ച് അവരിത് കൊടുക്കാൻ തീരുമാനിക്കുക. പിന്നെ ഒരു പാസ്സാക്കലില്ല. അവർക്ക് റെക്കമെൻഡ് ചെയ്യാം, അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അവകാശം കൊടുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശമ്പള കമ്മീഷനോട് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യമായി അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത്, സർക്കാർ നിയന്ത്രണത്തിലുള്ള കമ്മീഷൻ പ്രഖ്യാപിക്കുന്ന പേ റിവിഷനുകൾ സ്ഥാപനം നടപ്പിലാക്കാൻ സാമ്പത്തിക ഭദ്രത ഉണ്ടോ എന്ന് മാത്രം നോക്കി ആ സ്ഥാപനത്തിലെ ഉന്നതാധികാര സമിതി പരിശോധിച്ച് നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ. കമ്മീഷൻ പ്രഖ്യാപിക്കുന്ന സ്കെയിലുകൾ വെട്ടിക്കുറയ്ക്കാൻ ആർക്കും അധികാരമില്ല. പക്ഷേ ഇവിടെ ഇതാണ് നടക്കുന്നതായതിനാൽ ഇത്തരം കാര്യങ്ങൾ കൂടി കമ്മീഷൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഇവിടെ ഗുരുതരമായൊരു പ്രതിസന്ധി. എവർക്ക് കൊടുക്കണമെന്ന് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദിക്കുന്നത് ഒരു കഥ. അത് തന്നെ തെമ്മാടിത്തരവും അബദ്ധവും പോക്കർത്തരവുമാണ്. പക്ഷേ അത് ശുദ്ധ തെമ്മാടിത്തരമാണ്. അത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് ഈ ചേട്ടന്മാർ പുതിയ ശമ്പള സ്കെയിൽ വാങ്ങിച്ച ഈ ഫിനാൻസിലിരിക്കുന്ന, എക്സ്പെൻഡിച്ചറിലിരിക്കുന്ന, പേ റിവിഷനിലിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും കുത്തിത്തിരിക്കും. ഇതിനകത്ത് കുത്തിത്തിരിച്ച് സ്കെയിലുകൾ വെട്ടിക്കുറയ്ക്കും. ഒരു നല്ല സുഖമാണ്. നമുക്ക് ഉണ്ട് നിറഞ്ഞ് നല്ലതുപോലെ ഭക്ഷണം കഴിച്ച് പായസവും കഴിച്ചുകൊണ്ടിരുന്നിട്ട് അപ്പുറത്തിരിക്കുന്നവന് ചെറിയ കഞ്ഞിയെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിൽ മണ്ണ് വാരിയിടുന്ന ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഫിനാൻസിൻ്റെ പരിപാടി മതിയാക്കണം. നിങ്ങൾ വളരെ കൃത്യമായി ഇതുപോലത്തെ കാര്യങ്ങളിൽ കുറച്ചുകൂടി ലീനിയൻ്റ് ആയിട്ടുള്ള നിലപാടെടുക്കണം. അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെൻറ് തത്വത്തിലെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു വകുപ്പ്, ഫിനാൻസ് വകുപ്പ് ഇറക്കുന്ന ധനകാര്യ ശമ്പള പരിഷ്കരണത്തെ മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ഇത്തരം സമിതികളുള്ള സ്ഥാപനങ്ങളിൽ പോലും കൃത്യസമയത്ത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. നടപ്പിലാക്കുന്നത് തന്നെ വികലമായിട്ട് നടപ്പിലാക്കുന്നു. ഇതൊരു കാരണവശാലും ശരിയല്ല. വളരെ കൃത്യമായി എല്ലാ ഗവേഷണ പഠന സ്ഥാപനങ്ങളിലും പിന്നെ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സർക്കാരിൽ എപ്പോഴാണോ ഇത് പ്രഖ്യാപിക്കുന്നത് ആ ദിവസം മുതൽ കൊടുക്കാനുള്ള നടപടികൾ BPJOYയുടെ ഭാഗത്തുനിന്ന് ഇപ്രാവശ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.